നമ്മുടെ ചാനലിൽ പലതരത്തിലുള്ള ഡിസേർട്ട്സ് പല പ്രാവശ്യമായിട്ട് കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നും നല്ലൊരു ഡിസേർട്ടാണ് ഞാൻ ഷെയർ ചെയ്യുന്നത്, മാംഗോ ചീസ് കേക്ക്. കണ്ടു നോക്കാം. ഞാൻ മഹിമാസിമോൻ. വെൽക്കം ടു മഹിമാസ് കുക്കിംഗ് ക്ലാസ്. ട്രഡീഷണലി നമ്മൾ ചീസ് കേക്ക് ഉണ്ടാക്കുന്നത് ഒരു ബിസ്ക്കറ്റ് ബേസിൻ്റെ മേലെ മുട്ടയും ചീസും എല്ലാം കൊണ്ടിട്ട് ബീറ്റ് ചെയ്തൊരു ഫ്ലഫി ലെയർ ഉണ്ടാക്കി അത് ബേക്ക് ചെയ്തിട്ടാണ് നമ്മൾ ചീസ് കേക്ക് ഉണ്ടാക്കുക. അപ്പോൾ ഇന്ന് പക്ഷേ ഞാൻ ഷെയർ ചെയ്യുന്നത് മുട്ടയും ഇല്ല, ബേക്ക് ചെയ്യുന്നുമില്ല, എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയൊരു ചീസ് കേക്ക്. അപ്പോൾ ഇന്ന് ചെയ്യാനുള്ളത് വളരെ സിമ്പിളാണ്, വലിയ കുക്കിങ്ങും ഇല്ല, വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ബിസ്ക്കറ്റിൻ്റെ ഒരു ബേസ് ഉണ്ടാക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു മിക്സി ജാറിലേക്കോ എല്ലാം ബിസ്ക്കറ്റ്സ് ഒന്ന് പൊടിച്ചിടാം. ഞാൻ ഇപ്പോൾ എടുത്തേക്കുന്ന 75 ഗ്രാം ആരോറൂട്ട് ബിസ്ക്കറ്റാണ്. ഈ ബിസ്ക്കറ്റിലേക്ക് 75 ഗ്രാം ആണല്ലോ എടുത്തത്. ഇവിടെ ഒരു 30 ഗ്രാംസ് ബട്ടർ, 30-35 ഗ്രാം. യൂഷ്വലി നമ്മൾ ബിസ്ക്കറ്റ് എത്ര എടുത്തോ അതിൻ്റെ നേരെ പകുതിയായിരിക്കും ബട്ടർ ഉപയോഗിക്കുക. നമ്മൾ ബിസ്ക്കറ്റും ബട്ടറോടെ നന്നായിട്ട് കമ്പൈൻ ചെയ്തു. അപ്പം നമുക്ക് ഫുഡ് പ്രോസസ്സർ ഇല്ലാത്തവർക്ക് ബിസ്ക്കറ്റ് സെപ്പറേറ്റ് ആയിട്ട് പൊടിക്കുക, എന്നിട്ട് മെൽറ്റഡ് ബട്ടർ ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താലും മതി. അപ്പോൾ ഇതേപോലത്തെ ഒരു ടിന്നിനാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. ഒരു 7 ഇഞ്ചിൻ്റെ ടിന്നാണ്. സ്പ്രിംഗ് ഫോം പാനൊക്കെ യൂസ് ചെയ്യാം. അപ്പോൾ ഇതാദ്യം നമ്മൾ നന്നായിട്ടൊന്ന് ബട്ടർ അപ്ലൈ ചെയ്യുക. സൈഡ്സിലും ബേസിലും എല്ലാം നന്നായിട്ട് ബട്ടർ അപ്ലൈ ചെയ്യുക. അപ്ലൈ ചെയ്ത ശേഷം ഈ ബിസ്ക്കറ്റ് മിക്സ്ചർ ഇതിനകത്തേക്ക് ഇടാം. ഈ ബട്ടർ വെയ് ചെയ്യാൻ പറ്റാത്തവർക്ക്, ഇപ്പം വെയിങ് സ്കെയിലൊന്നും ഇല്ല എങ്കിൽ നമ്മൾ നോക്കുന്നത് ബട്ടർ ഇടുക, എന്നിട്ട് ബിസ്ക്കറ്റിലിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം ഇങ്ങനെ ഒന്ന് പിടിച്ചു നോക്കുക. നന്നായിട്ട് ഇങ്ങനെ ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ ബട്ടർ ഇനഫാണ്. ഇങ്ങനെ ഹോൾഡ് ചെയ്യുന്നില്ലെങ്കിൽ ബട്ടർ ആവശ്യത്തിന് ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ കുറച്ചുകൂടെ ബട്ടർ ഇടുക. അപ്പോൾ ആവശ്യത്തിന് ബട്ടർ ഇല്ലെങ്കിൽ നമ്മൾ ചീസ് കേക്ക് ഉണ്ടാക്കി എടുത്തു കഴിയുമ്പോൾ അത് പൊടിഞ്ഞു പോകും. അതിന് വേണ്ടിയിട്ട് ആവശ്യത്തിന് ബട്ടർ ഉണ്ടാവണം. നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക. നമ്മൾ കൈ വെച്ചോ അല്ലെങ്കിൽ ഇതേപോലെ ഒരു ബേസ് വെച്ചിട്ടോ ഇങ്ങനെ നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇനി നമ്മളിത് ഫ്രിഡ്ജിലേക്ക് വെക്കുക. 10-15 മിനിറ്റ് ഫ്രിഡ്ജിലേക്ക്. നമ്മളിതിൻ്റെ അടുത്ത ലെയർ ഉണ്ടാക്കുന്ന വരെ ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കുക. നമ്മൾ ബേസ് റെഡിയാണ്. അടുത്തായിട്ട് നമ്മളതിൻ്റെ ക്രീം ചീസ് ലെയർ ഉണ്ടാക്കാനായിട്ട് നമുക്ക് ചെയ്യാനുള്ളത് ജെലറ്റിൻ എടുക്കുക. ഒരു 1.5 ടീസ്പൂൺ ജെലറ്റിൻ ഇവിടെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ച് കുതിർക്കാനായിട്ട് വെക്കാം. ഈ ജെലറ്റിൻ നന്നായിട്ട് വെള്ളത്തിൽ മിക്സ് ചെയ്ത ശേഷം നമ്മളൊരു 10 മിനിറ്റ് മാറ്റി വെക്കുക. മാറ്റി വെച്ച ശേഷം ഒന്നെങ്കിൽ മൈക്രോവേവ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ മൈക്രോവേവിനകത്ത് വെച്ച് ഒരു 20 സെക്കൻഡ് മൈക്രോവേവ് ചെയ്തെടുക്കുക. അല്ല എങ്കിൽ ഒരു ബോയിലിംഗ് വാട്ടറിലേക്ക് ഈ ഒരു പാത്രത്തിലേക്ക് ഇത് വെക്കുക, ജെലറ്റിൻ വെക്കുക, എന്നിട്ട് ഉരുക്കിയെടുക്കുക. ഡബിൾ ബോയിലിംഗ് രീതിയിൽ ഉരുക്കിയെടുക്കുക. ഡയറക്റ്റ് ചൂടിൽ നമ്മൾ വെക്കത്തില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മളിതിനകത്ത് മുട്ടയൊന്നും ചേർക്കുന്നില്ല, വലിയ കുക്കിങ്ങും ഇല്ല. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് വിപ്പിംഗ് ക്രീം കുറച്ച് വിപ്പ് ചെയ്തെടുക്കാനായിട്ടുണ്ട്. ഇവിടെ ഞാൻ 1/2 കപ്പ് വിപ്പിംഗ് ക്രീമാണ് യൂസ് ചെയ്യുന്നത്. നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പം വിപ്പിംഗ് ക്രീം നന്നായിട്ട് തിക്കായി. ഈ ഒരു സ്റ്റേജിൽ സ്റ്റോപ്പ് ചെയ്യാം. അടുത്തായിട്ട് നമുക്ക് ചെയ്യാനുള്ളത് വേറൊരു ബിഗർ ബൗളിലേക്ക് കുറച്ച് സാധനങ്ങൾ ഇൻഗ്രീഡിയൻസ് മിക്സ് ചെയ്യാനായിട്ടുണ്ട്. എപ്പോഴും ചീസ് കേക്കിൻ്റെ മെയിൻ ഫ്ലേവർ എന്ന് പറഞ്ഞാൽ ക്രീം ചീസാണ്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 150 ഗ്രാം ക്രീം ചീസാണ് യൂസ് ചെയ്യുന്നത്. നമ്മൾ ഈ സെയിം ബ്ലേഡ് തന്നെ യൂസ് ചെയ്യുന്നത്. വിപ്പിംഗ് ക്രീം വിപ്പ് ചെയ്ത് ഇത് വെച്ചിട്ട് ക്രീം ചീസ് ഒന്ന് ലൈറ്റായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം.
അപ്പോൾ ബീറ്റ് ചെയ്ത ക്രീം ചീസിലേക്ക് 1/2 കപ്പ് കണ്ടൻസ് മിൽക്ക് ചേർക്കാം. ഞാൻ മാംഗോ ക്രീം ചീസ് കേക്ക് ഉണ്ടാക്കുമ്പോൾ മാംഗോസ് ഇപ്പോൾ സീസൺ അല്ലാത്തതുകൊണ്ട് ടിൻ മാംഗോ ഉപയോഗിക്കുന്നത്, മാംഗോ പ്യൂറി ഉപയോഗിക്കുന്നത്. മാംഗോ പ്യൂറി ഒരു 1/2 കപ്പ്. ഇതെല്ലാം കൂടെ ഒന്ന് ബീറ്റ് ചെയ്യാം. മാംഗോസ് സീസണിലുള്ളപ്പോൾ നിങ്ങൾക്ക് ഫ്രഷ് മാംഗോസ് എടുത്ത് പ്യൂറി ചെയ്ത് അങ്ങനെ വേണമെങ്കിലും ഉപയോഗിക്കാം. സീസണിലല്ലാത്തപ്പം ടിൻഡ് പ്യൂറി യൂസ് ചെയ്യാം. നമ്മളിവിടെ ജെലറ്റിൻ നമ്മൾ മൈക്രോവേവിൽ വെച്ച് ഉരുക്കിയ ജെലറ്റിനാണ്. 10 മിനിറ്റ് സോക്ക് ചെയ്ത ശേഷം മൈക്രോവേവ് വെച്ച് ഉരുക്കിയത് അത് ഇതിനകത്തേക്ക് ചേർക്കാം. പിന്നെ അത് ജെലറ്റിനാണ് ഇതിൻ്റെ സെറ്റിംഗ് ആയിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്. ഈ മിക്സർ കോൾഡ് ആയതുകൊണ്ട് തന്നെ ജെലറ്റിൻ നമ്മൾ ചൂടാറിയ ശേഷം വേണം ചേർക്കാനായിട്ട്. ഇതിലേക്ക് നമ്മൾ വിപ്പ് ചെയ്ത് വെച്ചേക്കുന്ന വിപ്പിംഗ് ക്രീം അതിനകത്തേക്ക് ഫോൾഡ് ചെയ്തെടുക്കാം. ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ വാനില എസൻസോട് ചേർക്കാം. വിപ്പിംഗ് ക്രീം മാംഗോയുടെ മിക്സറിലേക്ക് നന്നായിട്ട് ഫോൾഡ് ചെയ്യാം. ഇപ്പം മാംഗോ സീസൺ ആകുമ്പോൾ നിങ്ങൾക്ക് ഇതിനകത്ത് വേണമെങ്കിൽ കുറച്ച് മാങ്ങ ചോപ്പ് ചെയ്തിട്ട് ഫൈൻ ചോപ്പ് ചെയ്ത് നല്ല മധുരമുള്ള മാങ്ങ ചോപ്പ് ചെയ്തിട്ട് വേണമെങ്കിൽ ഇതിനകത്തേക്ക് ഫോൾഡും ചെയ്യാം. ഇത് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് ചില്ല് ചെയ്ത് ബിസ്ക്കറ്റ് ബേസിലേക്ക് വേണം ഇത് ഒഴിക്കാനായിട്ട്. ഇപ്പോൾ നന്നായിട്ട് ഫേം ആയിട്ടുണ്ട്, ബിസ്ക്കറ്റ് ബേസ് നല്ല സെറ്റായിട്ടുണ്ട്. പുറത്തേക്ക് ഈ ലെയർ ഒഴിക്കുക. ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് വീണ്ടും ഫ്രിഡ്ജിൽ വെച്ച് ഒരു 3-4 മണിക്കൂർ സെറ്റ് ആവാനായിട്ട് ടൈം എടുക്കും. അതുവരെ ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ചെയ്യാം. മാംഗോ ചീസ് കേക്ക് നമ്മൾ സെർവ് ചെയ്യുമ്പോൾ അതിൻ്റെ പുറത്തൊന്നെങ്കിൽ ടോപ്പിംഗ് ആയിട്ട് നമ്മൾ മാംഗോ സോസ് ചെയ്യാം, അല്ലെങ്കിൽ ഫ്രഷ് മാംഗോസ് വെച്ചിട്ട് സെർവ് ചെയ്യാം. ഞാൻ പ്രിഫർ ചെയ്യുന്നത് എപ്പോഴും മാംഗോ സോസ് ഒഴിച്ചാണ് പ്രിഫർ ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് സോസ് ഉണ്ടാക്കാം. ഈ പാനിലേക്ക് ഒരു 1/2 കപ്പ് മാംഗോ പ്യൂറി, 1/4 ടീസ്പൂൺ കോൺഫ്ലവർ, പഞ്ചസാര മധുരം അവരവരുടെ ആവശ്യത്തിന് ഇടാം. ഞാനൊരു 1.5 ടേബിൾ സ്പൂൺ എടുത്തേക്കുന്നത്. കോൺഫ്ലവറും ഇതെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം ഹീറ്റ് ചെയ്ത് ഒരു സോസാക്കി എടുക്കുക. അപ്പോൾ നല്ലൊരു ബോയിൽ വന്നു കഴിയുമ്പം ഓഫ് ചെയ്യുക. ഈ ഒരു തിക്നെസ് മതി. ഞാൻ ഇതൊരു ബോളിലേക്ക് ഒഴിച്ച് വെക്കുകയാണ്. നമ്മുടെ ഡെസേർട്ട് സെറ്റായി കഴിയുമ്പോൾ അതിൻ്റെ പുറത്തേക്ക് നമ്മൾ ഒഴിച്ച് സെർവ് ചെയ്യും. ചീസ് കേക്ക് നമ്മൾ ഫ്രിഡ്ജിൽ വെച്ച് നന്നായിട്ട് ചില്ല് ചെയ്തു. ഇപ്പം നന്നായിട്ട് സെറ്റായിട്ടുണ്ട്. പിന്നെ ഇത് നമുക്ക് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പം ഇങ്ങനത്തെ ഡിഷിൽ വെക്കുമ്പോൾ എപ്പോഴും ഒരു ഗ്ലാസ്സിൻ്റെ മേലെ വെച്ച് അതൊക്കെ ലിഫ്റ്റ് ചെയ്തെടുക്കുക. ഇതിൻ്റെ പുറത്ത് വേണമെങ്കിൽ സ്ലൈസ് ചെയ്തിട്ട് സെർവ് ചെയ്യുമ്പോൾ ഇതിൻ്റെ കൂടെ സോസ് സെർവ് ചെയ്യാം, അല്ലെങ്കിൽ ഇത് ഫുള്ളായിട്ട് വേണമെങ്കിലും ഈ സോസ് സെർവ് ചെയ്യാവുന്നതാണ്. ഞാൻ കുറച്ച് സോസ് ഒഴിക്കുകയാണ്. സൈഡിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് വിപ്പിംഗ് ക്രീം വെച്ചിട്ട് കവർ ചെയ്യാം സൈഡ്സ്.
ഇത് നമുക്ക് സ്ലൈസ് ചെയ്തെടുക്കാം. എപ്പോഴും ഇത് കുറച്ച് നേരം ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ചെയ്തിട്ട് മുറിക്കുന്നതാണ് നല്ലത്, അല്ലെങ്കിൽ ആ സോസ് സൈഡിലേക്ക് സീപ്പിൻ ചെയ്യും. ആ ചീസ് കേക്കിൻ്റെ ലെയർ കണ്ട് നല്ല നല്ല ലൈറ്റാണ്, നല്ല ടേസ്റ്റിയാണ്. നമ്മുടെ മാംഗോ ചീസ് കേക്ക് നിങ്ങളെല്ലാവരും കണ്ടല്ലോ, വളരെ എളുപ്പത്തിൽ, നമ്മൾ അധികം കുക്കിങ്ങും ഉണ്ടായിരുന്നില്ല, പിന്നെ ബേക്കിങ്ങും ഉണ്ടായിരുന്നില്ല, എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയൊരു റെസിപ്പിയാണ് ഇന്ന് ഷെയർ ചെയ്തത്. അതിൻ്റെ ലെയേഴ്സ് ഒക്കെ കണ്ടോ, ആദ്യം നമ്മൾ ഈ മാംഗോയുടെ ആ ടോപ്പ് ലെയർ എന്ന് പറഞ്ഞാൽ ചെറിയൊരു പുളിയും മധുരം എല്ലാം കൂടെ വരും, അതിൻ്റെ ഇടയ്ക്ക് നല്ലൊരു ക്രീമി ലെയറും, അടിയിൽ നല്ല ബിസ്ക്കറ്റിൻ്റെ ഒരു ക്രഞ്ചും. അപ്പോൾ ഇതാണ് നമ്മുടെ ചീസ് കേക്ക്. അപ്പോൾ ഈ ഒരു റെസിപ്പി നിങ്ങൾ ട്രൈ ഔട്ട് ചെയ്യുക. പെട്ടെന്ന് നിങ്ങൾക്ക് ഒരു ഡെസേർട്ട് ഉണ്ടാക്കണമെങ്കിലൊക്കെ പറ്റിയൊരു ഓപ്ഷനാണ്. ട്രൈ ഔട്ട് ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക. നല്ല വീഡിയോസ് നമുക്ക് വീണ്ടും കാണാം. സ്റ്റേ ട്യൂൺഡ് ടു മൈമാസ് കുക്കിംഗ് ക്ലാസ്.